ഫെബ്രുവരി 1 നമ്മുടെ പുതിയ ബജറ്റ് വരികയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ. ഇപ്പോൾ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ, ഒരു നാരേറ്റീവാണ്. അതായത് സർക്കാർ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അമേരിക്കയിലെ പോലെ ടാക്സ് വാങ്ങുന്നുണ്ട്. ടാക്സ് എന്ന് പറഞ്ഞാൽ വലിയ ടാക്സൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ GST ഒക്കെയാണ് 18% ഉണ്ട്. ഇത്തരം ടാക്സ് വാങ്ങി സർക്കാർ പണം അങ്ങോട്ട് സമാഹരിക്കുന്നു. മറിച്ച് ജനങ്ങൾക്ക് സോമാലിയയ്ക്ക് കിട്ടുന്നത് പോലും കിട്ടുന്നില്ല. ഇതിനകത്തൊരു വാസ്തവമുണ്ടോ? എന്ത് ജനങ്ങൾക്ക് ഇപ്പോൾ സോമാലിയൊക്കെയായിട്ട് താരതമ്യം ചെയ്യാൻ കാര്യം? അല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷനുണ്ട് ജനങ്ങൾക്ക്, ഇങ്ങനത്തെ സൗജന്യ ചികിത്സയുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തും ആയിക്കോട്ടെ. ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട്. അതില്ല, ഈ നമ്മളുടെ വയസ്സായ ആളുകളുടെ പെൻഷനൊക്കെ സർക്കാർ കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു 3 മാസം കൊണ്ട് നമ്മുടെ സർക്കാർ പൂട്ടിക്കെട്ടും. എത്രയാണ് നമ്മളുടെ ജനസംഖ്യ? ഈ പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ അവർ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? വളരെ കുറവാണ്. സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് അവരുണ്ടാക്കുന്നത് സർവീസിലുള്ള ആൾക്കാർ ആ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൽ ലൈഫ് ലോങ് പെൻഷൻ കിട്ടാനൊക്കെ ആയിട്ട് ഇൻഷുറൻസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ ജനറേഷൻ്റെ പൈസ പോലും ഇതിലേക്ക് പെൻഷന് പോകും. അങ്ങനെയാണ് ഈ നമ്മളുടെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ആശ്വാസമായി. ഒരുപാട് വയസ്സായവർ മരിച്ചുപോയി, പ്രത്യേകിച്ച് ഇറ്റലിയിലും ഫ്രാൻസിലും. ഇറ്റലി വലിയ ബെനിഫിഷ്യറിയാണ് കൊറോണയുടെ. വയസ്സായവരൊക്കെ ഒരുപാട് പേര് മരിച്ചുപോയി, അവരുടെ ലോഡങ്ങ് കുറഞ്ഞു. അവരിത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അത് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ പെൻഷൻ മനസ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. ചുമ്മാ ഇരുന്നിട്ട് തിന്നുക. നമ്മുടെ സർക്കാർ സർവീസ് തന്നെ നോക്കുക. 55 റിട്ടയർമെൻറ്റ് ഏജ്, ഇപ്പോൾ ചിലതിലൊക്കെ 58 ആയിട്ടുണ്ട്. 58 വയസ്സ് കഴിഞ്ഞാൽ ഈ കിളവൻ കുറഞ്ഞൊരു 95 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കും. അതുകൂടാതെ കുഴലൊക്കെ കയറ്റിയിട്ട് മെഡിക്കൽ ട്രസ്റ്റിലും ലിസിയിലൊക്കെ ഇട്ട് ചാവാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് ചത്തോട്ടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുഴലുകൾ കയറ്റി ഘടിപ്പിച്ച് ഈ കിളവനെ ഇങ്ങനെ കിടത്തും. അപ്പോഴും ഒക്കെ സർക്കാർ ഇതിന് പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്തിനാണ്? ഇങ്ങനെ കുറച്ചു കാലം സർക്കാരിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളെ ഉപദ്രവിക്കുക, ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാന ജോലി. എക്സെപ്ഷൻസും ഉണ്ട്, അതിൽ നല്ല മനുഷ്യരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ജനറൽ ട്രെൻഡ് ഈ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ള ട്രെൻഡാണ്, പ്രത്യേകിച്ചും മലയാളികളുടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത കാരണവരെ നമ്മൾ ചാവാനും സമ്മതിക്കാതെ എത്ര വർഷം പെൻഷൻ കൊടുക്കുന്നു? സർവീസിലുള്ളതിനേക്കാൾ കൂടുതൽ വർഷം സർവീസ് കഴിഞ്ഞയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, സർവീസിലിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് സൈഡ് ബിസിനസ്സുണ്ട്. സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫുൾ കച്ചവടമായിട്ട് മാറി. അപ്പോഴും അതിൽ നിന്നുള്ള വരുമാനം അപ്പോഴും പെൻഷൻ വന്നുകൊണ്ടേയിരിക്കും. പെൻഷൻ, വേരിയബിൾ പെൻഷൻ, അതിൻ്റെ DA, അതിൻ്റെ കുടിശ്ശിക ഇങ്ങനെയായിട്ട് കൂടിക്കൂടി വരികയാണ്. സംസ്ഥാന സർക്കാരുകൾ ശമ്പളവും പെൻഷനും കൊണ്ട് തകർന്നു പോകുന്ന അവസ്ഥ. കേരളത്തിൽ 67% മറ്റാണ് നമ്മളുടെ റവന്യൂ വരുമാനത്തിൻ്റെ 67% മറ്റ് ശമ്പളത്തിനും പെൻഷനും പോകും. അങ്ങനെ പോയിട്ട് ഒരു ദിവസം ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് KSRTC സംഭവിച്ചത്. കൊളാപ്സ് ചെയ്യും. KSRTCയുടെ വലിയൊരു രൂപമായിട്ട് മൊത്തം കേരളം മാറും. ഇതിപ്പോൾ കർണാടകയുടെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 24% മറ്റുമാണ് ശമ്പളവും പെൻഷനുമായിട്ട് പോകുന്നത്. ബട്ട് കേരളത്തിൽ അത് 67 പറയുന്നു, 70 പറയുന്നു, 85 പറയുന്നവരുണ്ട്. കൃത്യം കണക്ക് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം അത്ര നല്ല കാര്യമല്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം, ഒരുപക്ഷെ എൻ്റെ ഫീഡ്ബാക്ക് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഈ പെൻഷൻ തുടങ്ങുന്നത് ബ്രിട്ടീഷുകാർ ലോയൽറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലണ്ടിലെ സായിപ്പന്മാർ ഇവിടെ വരാൻ തയ്യാറല്ല, ഇന്ത്യയിൽ വരാൻ. ഇപ്പോൾ ഇന്ത്യയിൽ ജില്ലാ കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെങ്കിലും ബ്രിട്ടീഷുകാർ വേണം. അതിന് താഴെ ഇന്ത്യക്കാരെയൊക്കെ വയ്ക്കാം. ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആളെ ഇങ്ങനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അവർക്ക് ഇവിടെ വന്നിട്ട് ഈ കൊതുകടി കൊള്ളാനും ബഹളത്തിനൊന്നും അവർ തയ്യാറല്ല. അപ്പോൾ അവർക്ക് ഒരു ഇൻസെൻറ്റീവായിട്ടാണ് നിങ്ങൾ ഇന്ത്യയിൽ 55 വയസ്സ് വരെ നിന്നാൽ മതി, പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് സുഖം പെൻഷൻ കിട്ടും. ഇതേ പരിപാടി ഇന്ത്യക്കാർ ലോയലാവാനായിട്ട് അവർക്ക്
കാരണം റിട്ടയർമെൻറ്റ് വരെ ഒരു ജോലി എന്നുള്ള നിലയ്ക്കല്ല, ലൈഫ് ലോങ് നിനക്ക് പെൻഷൻ തരും ഞങ്ങൾ. ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമുണ്ട്, ചോറ് തിന്ന കൈക്ക് കടിക്കില്ല. അത് നമ്മുടെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അയ്യോ അവരുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ജീവിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനൊന്നും ഞാനില്ല. സർവീസ് കഴിഞ്ഞാലും ഇവന് പെൻഷനുണ്ട്, സ്റ്റിൽ അവൻ്റെ ലോയൽറ്റി ബ്രിട്ടീഷുകാരോടാണ്. സോ ടു പർച്ചേസ് ലോയൽറ്റി അവരെ ഏർപ്പാടാക്കിയതാണ് ഈ പെൻഷൻ. അവർ പോയപ്പോൾ നമ്മളിതെന്തോ വലിയ സാധനമാണെന്ന് പറഞ്ഞു. അതായത് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും മാത്രമേ ഉള്ളൂ പെൻഷൻ? അല്ല, ഇപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും വന്നു. ഞാൻ ഇന്ത്യൻ പെൻഷൻ തുടങ്ങിയത് എങ്ങനെ എന്നുള്ള അന്വേഷണത്തിൽ പോയി നിന്നത് അവിടെയാണ്. ഞാനിതിൽ ഫുള്ളി കൺവിൻസ്ഡ് ഒന്നും അല്ല കേട്ടോ, കാരണം എനിക്ക് ഒരു ലിമിറ്റഡ് ഫീഡ്ബാക്ക് ഈ കാര്യത്തിൽ കിട്ടിയുള്ളൂ. ഈ പെൻഷൻ തുടങ്ങി എന്നൊക്കെ ഉള്ളത് അറിയാം, ബട്ട് തുടങ്ങാനുള്ള കാരണം, വാട്ട് വാസ് ദ റീസൺ, പെൻഷൻ എന്ന ഐഡിയ ഉത്ഭവിക്കാനുള്ള കാരണം എന്താണ്. അപ്പോൾ അതിൽ വെർബൽ ആൾക്കാർ, പഴയ ആൾക്കാർ പറഞ്ഞു കേട്ട കഥകൾ വെച്ച് ഞാൻ എത്തിയ നിഗമനമാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞത് ഐ മേ ബി റോങ്. ബട്ട് ദിസ് ഈസ് ദ ബ്രീഫ്ലി ദ ഹിസ്റ്ററി ഓഫ് പെൻഷൻ. ഈ പെൻഷൻ്റെ ഭാരം കൊണ്ട് രാജ്യം തകർന്നു പോകും. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നതാണ് അപകടം. ഭാരതം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് ഏറ്റവും വലിയ അപകടമായിരിക്കും. ട്രഡീഷണലി നമ്മളുടെ വയസ്സായ ആൾക്കാരെ അവരുടെ കുട്ടികളാണ് സംരക്ഷിക്കുന്നത്. ആ സംസ്കാരമാണ് നമ്മളുടെ. നിങ്ങൾ വേറൊരു സംസ്കാരത്തിലേക്കാണ് ഈ പോകുന്നത്. അച്ഛനമ്മമാരെ നോക്കാൻ കുട്ടികൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അത് സർക്കാർ നോക്കിക്കോളും. അപ്പോൾ അച്ഛനമ്മമാരുടെയും വിചാരം എന്താ, ഞാൻ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ, എല്ലാം സൗജന്യം. കംപ്ലീറ്റ് സൗജന്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു ജോലിയും ചെയ്യാതെ പെൻഷനും തൊഴിലില്ലായ്മ വേതനം, ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന് AK ആൻ്റണിയാണല്ലോ. തൊഴിലില്ലാത്തവർക്ക് കാശ് കൊടുക്കുക, തൊഴിൽ ചെയ്തവന് കാശ് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ശമ്പളം മുടങ്ങിയാലും കുഴപ്പമില്ല, പെൻഷൻ മുടങ്ങരുത്. ഇങ്ങനെയൊക്കെയുള്ള ഭാരങ്ങളെടുത്ത് തലയിൽ വയ്ക്കുക, ഇതൊന്നും എക്കണോമിക്കലി ഫീസിബിൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ ആവശ്യം രാജ്യത്ത് കുറേ കാലമായിട്ട് ചില മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഏകീകരിക്കുക, ലക്ഷങ്ങൾ പെൻഷൻ വേണ്ട, ഒരു സ്റ്റാൻഡേർഡ് വെക്കുക, എന്നിട്ട് മിച്ചം വരുന്ന പണം ഉപയോഗിച്ച് എല്ലാ പൗരന്മാർക്കും ഒരു വിഹിതം കൊടുക്കുക. അങ്ങനത്തെ ഒരു ആലോചന കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, ഈ ആലോചന വരാൻ തന്നെ കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ ആവശ്യപ്പെടുന്നവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രശ്നം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനുണ്ട്, പ്രൈവറ്റിൽ ജോലി ചെയ്തവർക്ക് പെൻഷനില്ല, ജനങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു സങ്കടം, ജനങ്ങൾക്കുമില്ല. പൊതുജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ ആലോചിക്കുന്നത് ടാക്സ് പൈസ കൊണ്ടാണ് ഇവന് പെൻഷൻ കൊടുക്കുന്നത്, അതേസമയം എനിക്ക് ഒട്ട് തരുന്നില്ല. അതാണ് ആ ഒരു പ്രയാസം ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബേസിക്കലി ഈ പെൻഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് സൊസൈറ്റിയിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കൺസെപ്റ്റാണ്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാൻ സർക്കാരിൽ രാപകലില്ലാതെ സേവിച്ചിട്ട് എനിക്ക് വയസ്സായി കഴിയുമ്പോൾ എന്നെ ഉപേക്ഷിക്കാമോ? എന്ത് വയസ്സായി എന്നാണ് 55 58 ആയി കഴിയുമ്പോൾ? അയാൾ പിന്നെയും ഊർജ്ജസ്വലനാണ്, അയാൾ പിന്നെയും കച്ചവടം നടത്തുന്നു, വേറെ ബിസിനസ് നടത്തുന്നു. സർവീസിലിരിക്കുമ്പോൾ പാരലൽ ബിസിനസ് വേറെ നടത്തുന്നു, ഭാര്യയുടെ പേരിലും മറ്റു രീതിയിലുമൊക്കെ. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ കൃഷിപ്പണി ചെയ്യുന്നത്, അത് നമുക്ക് വേണ്ടാന്നും പറയാൻ പറ്റില്ല. സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമാണ്, അങ്ങേർക്ക് അവിടെ ഒരു 40 സെൻറ്റ് പുരയിടമുണ്ട്, അതിനോട് ചേർന്നൊരു 70 സെൻറ്റ് പാടമുണ്ട്. ഇതൊക്കെ പുള്ളി രാവിലെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി ജോലിക്ക് വരുന്നത്. ഇടയ്ക്കൊന്നും അവിടെ പാടത്ത് പോയിട്ട്, ജോസഫ് നീ ഒന്ന് നോക്കിക്കോ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയി വരും. ഇതൊക്കെ ഗ്രാമപ്രദേശത്തെ സ്കൂളുകളിലൊക്കെ പതിവായിരുന്നു. ഇപ്പം അങ്ങനെയാണോന്നറിയില്ല, ഞാൻ കൃഷിയില്ലല്ലോ പോയി നോക്കാറില്ല, അതുകൊണ്ട് ഇപ്പോൾ കൃഷിയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പെൻഷൻ, നേരത്തെ പെൻഷൻ മുതലാകുമായിരുന്നു സർക്കാരിന്. കാരണം 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആൾ ഒരു 60 61 ആയി കഴിയുമ്പോൾ ചത്ത് കിട്ടും. ഒരു 5 വർഷത്തെ പെൻഷൻ കൊടുത്താൽ മതി. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുമായിരുന്നു. കാരണം നമ്മളെ ആവറേജ് ഏജ് കുറവായിരുന്നു. 60 കടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതാണ് ഷഷ്ടിപൂർത്തി. ഇപ്പോൾ ഷഷ്ടിപൂർത്തി ഇല്ലാത്തത് എന്താ? കാരണം എല്ലാവരും ഷഷ്ടിപൂർത്തി കടക്കുന്നു, പിന്നെ ഷഷ്ടിപൂർത്തിക്ക് സ്ഥാനമില്ല. അത് കഴിഞ്ഞ് സപ്തതി വന്ന് ഇപ്പോൾ സപ്തതിയും കേൾക്കാനില്ല, കാരണം എല്ലാവരും 70 കടക്കുന്നു. ഇപ്പോൾ പിന്നെ 84 ആയി കഴിയുമ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരാളെ ഒന്ന് പത്രത്തിൽ ഫോട്ടോ വരുത്തണമെങ്കിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല. എന്നാൽ പിന്നെ 84 എന്ന് പറഞ്ഞ് വരുത്തുക. അങ്ങനെയാണ് ഈ 1000 പൂർണ്ണചന്ദ്രന്മാർ. ആ, അത് കഴിഞ്ഞ് ഇപ്പോൾ കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്നത് നവതിയാണ്. 90-ആണ് നവതി. 90-ൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആഘോഷിക്കാനുള്ളൊരു മൈൻഡൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം ഈ കളവൻ വടിയൊക്കെ കുത്തി ബബ്ബന്നായി 4 പേര് താങ്ങി പിടിച്ചാലേ ഇങ്ങനെ, എന്നാലും താങ്ങി പിടിച്ച് പൊക്കി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് നവതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു നവതി ആഘോഷത്തിലാണ് പാവം VR കൃഷ്ണയുടെ പ്രാണനെടുത്തത്. പുള്ളിയെ പിടിച്ചു വലിച്ച് എണീപ്പിച്ച് നിർത്തി ടൗൺ ഹാളിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാൻ. പുള്ളിക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് വലിയ തൂശനിലയിട്ട് ചോറും സംഗതിയൊക്കെ. ആ 90-ാം വയസ്സിൽ പുള്ളിക്ക് അതൊന്നും കഴിക്കാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോകും പറ്റില്ല എന്ന്. ഒരു ലഡുവും വായിൽ കുത്തി അതിൻ്റെ ഫോട്ടോയൊക്കെ വന്നിരുന്നു. പിറ്റേ ദിവസം പരിപാടിയായി, സന്തോഷം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ഈ 90-91 വയസ്സ് വരെ ഇവർക്ക് പെൻഷൻ കൊടുക്കണ്ടേ? ഒന്നുകിൽ ഈ പണ്ടാരൻ ചാകണം. ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തവരെ മരിക്കാൻ അനുവദിക്കണം. കൊന്നുകളയണം എന്ന് ഞാൻ പറയുന്നില്ല, മരിക്കാൻ അനുവദിക്കണം. അവരെ ഈ കുഴലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കരുത്. സൊസൈറ്റിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യം കഴിവുള്ളവർ. ഇപ്പോൾ യേശുദാസ് നോക്കിയോ, യേശുദാസ് ഇന്നും ഇരുന്നൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ കേൾക്കും, ആസ്വദിക്കും. മോഹൻദാസോ എന്തിനാ ഈ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്ത ആൾക്കാർ ശല്യം ചെയ്തില്ലേ പർപ്പസ്? ഇപ്പോൾ സൊസൈറ്റിക്കൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത ആളുകളെ മരിക്കാൻ അനുവദിക്കുക. അങ്ങനെയാണ് പണ്ട് മരിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം പ്രാണൻ പോകുന്ന സ്ഥിതിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുവന്ന ആശുപത്രിയിലൊന്നും കൊണ്ടുപോകില്ല, കാർന്നവരെ മരിക്കാൻ അനുവദിക്കും. മക്കളും കൊച്ചുമക്കളും അയലത്തുകാരും ഒക്കെ നോക്കുമ്പോൾ ഓരോരുത്തർ പറയും, ആ ഊർധ്വനാണ് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. മരണം എല്ലാവരും കാണുമായിരുന്നു, മരണത്തെ ആർക്കും പേടിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ICUവിലെ ഏതോ ഇരുട്ടിൽ കിടന്നാണ് കാർന്നവർ മരിക്കുന്നത്. ഒരു അവസാന തുള്ളി വെള്ളം പോലും കിട്ടില്ല. അവരാ ട്യൂബങ്ങ് ഓഫ് ചെയ്യും. മിക്കവാറും ICUവിലുള്ളവരെ നോക്കുക, ഇവരെല്ലാം വെളുപ്പിനെ ആയിരിക്കും മരിക്കുന്നത്, 4-5 മണിക്ക്. സോ ദാറ്റ് റിലേറ്റീവ്സിനെയൊക്കെ അറിയിച്ചിട്ട് എല്ലാവർക്കും വന്ന് ഇത് ചെയ്ത് വൈകുന്നേരത്തിന് മുമ്പിൽ ഈ സാധനം കത്തിക്കാം. അതറിഞ്ഞുകൊണ്ടാണ് ഈ ഡോക്ടർമാരെ വെളുപ്പിനെ അവർ നേരത്തെ നഴ്സിനോട് പറഞ്ഞു വയ്ക്കും, മറ്റേ പുള്ളിയുടെ എന്തായി നമ്പർ 67, അത് സാർ പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യും, നാളെ ഒരു വെളുപ്പിന് 4:30-ക്ക് ട്യൂബ് അങ്ങ് ഓഫ് ചെയ്തു. ഏതെങ്കിലും ഒരു ട്യൂബിൻ്റെ ഇത് ഓഫ് ചെയ്താൽ മതി. അത് ഓക്സിജനാകാം, നൈട്രജനാകാം, ബ്ലഡാകാം, മറ്റേതാകാം, മറിച്ചതാകാം. 4-5 ട്യൂബ് ഉണ്ടല്ലോ, ഒരെണ്ണം തീർത്താൽ മതി, കാർന്നവർ പൊക്കോളും. അങ്ങനെ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡെത്ത്. അവർ ഡ്യൂട്ടിയിൽ 8 മണിക്ക് ആൾ വരും. അപ്പോൾ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ടിട്ട് കക്ഷിയെ റെഡിയാക്കി മറ്റേ പെട്ടിയുണ്ടല്ലോ, ഐസ് പെട്ടി, അതിനകത്തൊക്കെ ആക്കിയിട്ട് പ്രദർശിപ്പിക്കാൻ വയ്ക്കാം. പൊതുദർശനം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവയ്ക്കാം. മരണത്തെ ഇങ്ങനെയൊക്കെ ഒരു അവഹേളിക്കുന്ന ഏർപ്പാട് മരിച്ചു കിടക്കുന്ന ആളിനെ അല്ല നമ്മൾ പറഞ്ഞിട്ട് നികുതിയിൽ തുടങ്ങി വന്നു. അത് ഞാനത് പറയാം, ഇതുകൊണ്ടാണ് ഈ ഭാരം കൂടുന്നത്. ആളുകളെ മരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പെൻഷൻ ഭാരം നമുക്ക് വരുമായിരുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്തു, ഈ കക്ഷി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെൻഷൻ്റെ പകുതി ഭാര്യയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മക്കൾക്ക് കൊടുക്കാൻ തുടങ്ങി. മക്കൾ മരിച്ചില്ല. എനിക്ക് അങ്ങനെ ലോജിക്കൽ അങ്ങനെയാണല്ലോ. അങ്ങനെയില്ല. അങ്ങനെ ഭാര്യയെ കൊണ്ടെങ്കിലും തീരുമോ? ഓ ദൈവാധീനം അത്രയെങ്കിലും. അല്ലെങ്കിൽ പിന്നെ അവരുടെ മക്കൾക്ക്, പിന്നെ അവരുടെ മക്കൾക്ക് പകുതിയുടെ പകുതി പകുതിയുടെ പകുതി പകുതിയുടെ പകുതി ഇങ്ങനെ സീറോ ആവില്ല, ഒരിക്കലും സീറോ ആവില്ല. ഒന്ന് ചെയ്തു നോക്കി, ഒരു സംഖ്യയുടെ പകുതി 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 അതൊരിക്കലും സീറോ ആവില്ല. എന്തെങ്കിലും നെഗ്ലിജിബിൾ ആയിരിക്കും, പക്ഷേ ഉണ്ടാകുന്നത്. പക്ഷേ രീതി അതല്ല. നമ്മളിപ്പോൾ ഇത് കുറച്ച് തമാശ രൂപത്തിലാണെങ്കിലും റിയാലിറ്റി നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ഞാൻ തമാശയല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, കേരളത്തിലെ പ്രമുഖന്മാരായ അതിൽ ഒരു പ്രമുഖനെ എനിക്കറിയാം, ബാക്കി അത്ര പ്രമുഖന്മാരൊന്നുമല്ല. 28 പേരുടെ ഹർജി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുമ്പിലും ഹൈക്കോടതിയിൽ വേണ്ടിയിട്ടുണ്ട്. ആ ഹർജി എന്ത് ചെയ്യണമെന്ന് കോടതികൾക്ക് പറഞ്ഞു. എന്തിനുള്ള ഹർജി? മരിക്കാൻ അനുവദിക്കണം. നമ്മൾ യൂത്തനേഷ്യ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇഫ് യു ആർ ഇൻ എ വെജിറ്റബിൾ സ്റ്റേറ്റ്, അനങ്ങാൻ നിവൃത്തിയില്ല, ബോധമില്ല, ചാവുന്നുമില്ല, ഇങ്ങനെ കിടക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ 28 പേരുടെ ഹർജിയുണ്ട് എന്ന് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. ബട്ട് കോടതികൾക്ക് ഈ ഹർജി പരിഗണിക്കാൻ പറ്റില്ല. എങ്ങനെയാണത് മരിക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറയുന്നത്? ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ്.
അതവിടെ കിടപ്പുണ്ട് കോടതിയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തമാശയല്ല, കാര്യമാണ്. സീരിയസ് ആയിട്ട് എന്നെ പോലെ ധാരാളം പേര് ആലോചിക്കുന്നുണ്ട്. ജനനം പോലെ ഒരു സാധാരണ അനിവാര്യമായ പ്രക്രിയയാണ് മരണം. അതിനെ അതിൻ്റെ സമയത്തങ്ങ് ഫേസ് ചെയ്യാല്ലാതെ അതിങ്ങനെ തള്ളി കൊണ്ടുപോയിട്ട് ആ മനുഷ്യനും മറ്റുള്ളവർക്കും ഉപദ്രവമായി തീരരുത്. അങ്ങനെ ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നില്ല. അത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ പെൻഷൻ ഭാരം കൂടി വരുന്നത്. ശരിയല്ല, പെൻഷൻ ഭാരം കൂടുന്നു എന്നതിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നികുതി അടയ്ക്കുന്നവന് നികുതി കൊടുക്കുന്നതിന് ആനുപാതികമായി എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നൊരു തോന്നൽ സ്വാഭാവികമല്ലേ? അല്ല, അത് പാടില്ല. അങ്ങനൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നതും ശരിയല്ല. കാരണം നികുതി നിങ്ങൾ മനസ്സോടെ മൊത്തം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് നിങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കുന്നതാണ് നികുതി. അല്ല, അതിലൊരു അംശം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എടുക്കാവുന്ന അംശം മുഴുവൻ നിങ്ങൾ എടുക്കുന്നുണ്ട് ഇല്ലേ? കംപ്ലീറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ചിട്ട് ചേട്ടാ ഒരു 10 പൈസ അവിടെ ഉയർത്താൻ പറ്റുമെന്ന് നോക്കി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും സർക്കാർ കൈവയ്ക്കാറുമില്ല. ഭാര്യയുടെ വീട്ടിൽ വാടകയ്ക്ക് ഭർത്താവ് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാടക ടാക്സിൽ നിന്ന് ഒഴിവാക്കി എടുക്കാറുണ്ട്. ഇൻകം ടാക്സുകാരൊന്നും മിണ്ടാറില്ല. അവരിതിന് വെജിറ്റേറിയൻ കറപ്ഷൻ എന്ന് പറയും. വെജിറ്റേറിയൻ കറപ്ഷൻ എന്നുവെച്ചാൽ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് സർക്കാർ പിടിച്ച് പറിക്കുമ്പോൾ അയാൾക്കൊരു എണ്ണം ഉണ്ടാകും. അപ്പോൾ ഈ അല്പസ്വല്പമൊക്കെ അയാൾ കള്ളത്തരമൊക്കെ കാണിക്കുക പോട്ടെ. അതിനാണ് വെജിറ്റേറിയൻ കറപ്ഷൻ എന്ന് ഇൻകം ടാക്സുകാർ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അടയ്ക്കുന്ന കാശ് രാഷ്ട്രത്തിനുള്ളതാണ്. അതിൽ നിന്ന് പിന്നെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് മോഹിക്കുന്നത് ശരിയല്ല. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മൊത്തം വികസന പ്രവർത്തനങ്ങൾ, റോഡ്, വൈദ്യുതി, ഗ്യാസ്, അത് ഇത് എല്ലാം നടക്കുന്നത് ഈ ടാക്സ് എമൗണ്ട് കൊണ്ടാണ് സർക്കാരുകൾ നടത്തുന്നത്. ഞാൻ കൊടുക്കുന്ന കാശിൻ്റെ 10% എനിക്ക് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. അത് കൊടുക്കുന്നത് പൊതുവായ ആവശ്യത്തിനാണ്. പക്ഷേ ഇത്തരം ഒരു നാരേറ്റീവിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. സ്വാധീനിക്കില്ല. ഇങ്ങോട്ട് കിട്ടാനുള്ള എന്ത് കാര്യവും മനുഷ്യനെ സ്വാധീനിക്കും. അങ്ങോട്ട് കൊടുക്കുന്നതാണല്ലോ എല്ലാവർക്കും പ്രയാസം. ഇങ്ങോട്ട് കിട്ടാൻ പോരട്ടെ എന്ന് എത്ര കിട്ടിയാൽ തികയും മനുഷ്യന്. 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും പറഞ്ഞിങ്ങനെ പോകുന്നവരാണ്. അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞളക്കി വിടുന്നത് ശരിയല്ല. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. വെറുതെ ഈ പണത്തോടുള്ള ഒരു ആഗ്രഹം. പണമില്ലാത്തവൻ ഇതിനകത്ത് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഐ ഡിസർവ് അറ്റ്ലീസ്റ്റ് 5,000 rupees per month. ഞാൻ ഇത്രയും കാലം ഈ രാഷ്ട്രത്തിൽ ഞാൻ ഇതൊക്കെ GDP-യിലേക്ക് നമ്മൾ ചിലപ്പോൾ ചില വാർത്തകൾ കാണാറ്. ചില കുട്ടികൾക്ക് ചില രോഗം വരുന്നു, 8 കോടി രൂപയുടെ മെഡിസിൻ വേണം. അതൊരു കുടുംബത്തിന് താങ്ങാൻ പറ്റില്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ അത്തരം കാര്യങ്ങളെങ്കിലും സർക്കാരിന് വഹിച്ചുകൂടെ? ഇതൊന്നും പോസിബിളല്ല. 8 കോടി രൂപ വെച്ചിട്ട് നമ്മൾ 140 കോടി ആൾക്കാരുണ്ട്. 8 കോടി രൂപ വെച്ചിട്ട് ഒരു 500 പിള്ളേർക്ക് ഈ അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് ഇത് സർക്കാരിന് സബ്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഞാൻ പറയുന്നത് യു സീ ആസ് എ നേഷൻ. അതായത് എനിക്ക് അസുഖം വന്നു, അതിൻ്റെ കാശ് സർക്കാർ തരണം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് യുവർ ഫേറ്റ്, ഇറ്റ് ഹാപ്പൻസ് സോ. എൻ്റെ ഒരു കൈ കണ്ടിച്ചു പോയി, എന്ത് ചെയ്യണം സർക്കാർ? എനിക്കൊരു കൈ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഒരു കൃത്രിമ കൈ ആരെങ്കിലും വെച്ച് തരുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതിൽ കവിഞ്ഞ് അതിന് സൊല്യൂഷനില്ല. ഇതെല്ലാം പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിന് മുഴുവൻ സർക്കാർ ബാക്കപ്പ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിളല്ല. അതാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതെ, ഞാനത് ഇത് ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സിദ്ധാന്തമാണിത്. എവറിതിങ് വിൽ ബി ഡൺ ബൈ സ്റ്റേറ്റ്. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനൊക്കെ തകർന്നു പോയത്. എവറിതിങ് വിൽ ബി ഡൺ ബൈ സ്റ്റേറ്റ്. നമ്മൾ ജോലി മാത്രം ചെയ്യുക, ബാക്കിയൊക്കെ സർക്കാർ തീരുമാനിക്കും. നിങ്ങളെവിടെ താമസിക്കണം സർക്കാർ തീരുമാനിക്കും, എന്ത് ചെയ്യണം തീരുമാനിക്കും. ബട്ട് ദാറ്റ് വിൽ ഓൾ ബി യൂണിഫോം. ഫൈനലി എന്തായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത്. കാരണം എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഏതായാലും ഒരു ബജറ്റിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ ഒരു ചർച്ച വെറുതെ നടത്തി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില ഐഡിയാസ് കിട്ടട്ടെ. സാധാരണ ഞാൻ ബജറ്റിനെ പറ്റി ചർച്ച ചെയ്യല. കാരണം ബജറ്റ് എന്താണ് എന്ന് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് എനിക്കറിയില്ല. എന്താ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതുപോലത്തെ ഞാൻ ഇന്ന് വരെ ഒരു ബജറ്റ് ചർച്ചയിലും പങ്കെടുക്കാറുമില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ. ഇപ്പം ഈ ബജറ്റിനെ തുടർന്ന് ഈ പെൻഷൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ അതിൽ ഇടപെട്ട് സംസാരിച്ചത്. ഐ വിൽ നോട്ട് മേക്ക് എനി കമൻറ്റ് ഓൺ ബജറ്റ് ബിക്കോസ് ഐ ഡോണ്ട് നോ. നമ്മൾ ഏതായാലും അപ്രിയകരമായ ഒരു കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അതാണ് സത്യം.
അല്ല, ഇത് അത്ര അപ്രിയമൊന്നുമല്ല. എന്നെപ്പോലെ ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്. ഭൂരിപക്ഷം പക്ഷേ പറയാൻ ആൾക്കാർ മടിക്കുന്നുണ്ടാവും. അതിൻ്റെ പ്രതിനിധികളാണ് 28 പേര് ഈ ഹർജി കൊടുത്തു എന്ന് ഞാൻ പറയുന്നു. ഇറ്റ് ഈസ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ആൻ അൺപോപ്പുലർ തിങ് വിച്ച് ഐ എം സെയിങ്. അപ്രിയമായ സത്യം അങ്ങനെയൊന്നുമല്ല. പ്രിയമായ സത്യം എല്ലാവർക്കും ഇതൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് വയസ്സായവരെ ബുദ്ധിമുട്ടിക്കരുത്, നേരെ ചൊവ്വേ മരിക്കാൻ അനുവദിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന സോഷ്യൽ പ്രഷർ വരും. കൊണ്ടുപോയില്ലേ എങ്ങും, മൂപ്പരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതിയോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് ബന്ധുമിത്ര, അവർക്ക് കാശ് മുടക്കില്ലല്ലോ, കാശ് പോകുന്നത് എൻ്റെ അല്ലേ. അങ്ങനെ പറഞ്ഞ് എന്നെ ചാട്ടം കയറ്റിയിട്ട് ഞാൻ ഈ കളവിനെയും ചുവന്നുകൊണ്ട് ആശുപത്രിയിൽ പോകും. ഡെയിലി 1,00,000 രൂപ ICU ബില്ല് അടച്ചുകൊണ്ടിരിക്കും. കുടുംബം വിറ്റ് പണ്ടാറടങ്ങും. അവസാനം എന്നാൽ ഈ കക്ഷി എണീറ്റ് വരുമോ? ഇല്ല. ഇനി എണീറ്റ് വന്നാൽ തന്നെ പുള്ളി വടിയും കുത്തി വാക്കറും ഒക്കെ ആയിട്ടായിരിക്കാം. അല്ല, അത് തെങ്ങ കയറാനുള്ള ആരോഗ്യത്തോടെയൊന്നും അല്ലല്ലോ ആരും തിരിച്ചു വരുന്നത്. എന്തിനാ ഈ കഷ്ടപ്പാട്? മരണത്തെ ഫേസ് ചെയ്യേ പ്ലീസ്, ഡീസൻ്റായിട്ട്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.